മഴ ശക്തമായതോടെ തീരദേശവാസികൾ ആശങ്കയിൽ. മിക്കയിടങ്ങളിലും കടൽ ഭിത്തി ഇല്ലാത്തതിനാൽ നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണി നേരിടുന്നു. മുൻ വർഷങ്ങളിലുണ്ടായ ശക്തമായ കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് ഇവിടെ കടലെടുത്തത്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് തീരദേശ ജനതയുടെ ആവശ്യം. ഒരു കാലവർഷം കൂടി വന്നെത്തുമ്പോൾ ആദിയോടെ കഴിയുകയാണ് കാസർഗോട്ടെ തീരദേശവാസികൾ. മിക്കയിടങ്ങളിലും കടൽ ഭിത്തി ഇല്ലാത്തതിനാൽ ഏതു സമയത്തും തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ കഴിയുകയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ. കടൽ ഭിത്തി നിർമ്മിച്ച പ്രദേശങ്ങളാകട്ടെ ഇവ തകർന്ന അവസ്ഥയിലുമാണ്. ദുരന്തങ്ങൾ ഉണ്ടായാൽ ആശ്വസിപ്പിക്കാൻ എത്തുന്നതല്ലാതെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി. ഇന്നീ പ്രദേശം ഒരു ദുരന്ത മുഖം ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന കടൽ, ഈ ചെറിയ മണൽത്തിട്ട കടന്നുകൊണ്ട് എപ്പോഴാണ് ഈ പ്രദേശത്തെ കയറി വരിക എന്നുള്ള ആ ഒരു ഭയത്തിലാണ് ഇവിടുത്തെ സമൂഹം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ബന്ധപ്പെട്ടവരെ നേരത്തെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ അതിനുള്ള പൂർണ്ണമായിട്ടുള്ളൊരു സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയായി കാണുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിനൊരു പരിഹാരം കാണാവുന്ന മറ്റൊരു സംവിധാനമാണ് ഇവിടുത്തെ ഫിഷിംഗ് ഹാർബർ. കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തകൻ്റെ എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അപ്രൂവൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം ഇതുവരെ ലഭിച്ചതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ഇവിടെ വേണ്ടത് ഈ ഹാർബർ വന്നു കഴിഞ്ഞാൽ ഈ കരയിൽ ചേരുന്ന അല്ലെങ്കിൽ കരയിലേക്ക് വരുന്ന കടൽ തീർത്തുമില്ലാതാവും. കാരണം ഈ ഹാർബറിൻ്റെ അകത്തെ ഭിത്തി ഇതിനെയൊക്കെ തടുത്തു നിർത്തുന്നതാണ്. ശക്തമായ കടലാക്രമണത്തിൽ ഭൂമി നഷ്ടപ്പെട്ടതിന് പുറമെ സ്വന്തം സ്ഥലത്തിന് നികുതി അടയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനത. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർ അശാസ്ത്രീയമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നതിനാൽ മത്സ്യലഭ്യത തന്നെ കുറയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അജാനൂരിലെ ഹാർബർ നിർമ്മാണവും എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. ജില്ലയിൽ കസബ, അജാനൂർ, കൊയ്പ്പാടി, ഉപ്പള, തൈക്കടപ്പുറം, തൃക്കണ്ണാട്, മുസോടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് രൂക്ഷമായ കടലാക്രമണ ഭീഷണി നേരിടുന്നത്. ഇതിനോടകം നിരവധി വീടുകളാണ് ഇവിടെ കടലെടുത്തത്. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറി താമസിക്കേണ്ട ഗതികേടിലാണ് തീരദേശവാസികൾ. മാളവിക രാംദാസ്, സിറ്റി ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.